ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിലെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബിജീഷ്, കണ്ണൂരിലെ ഏതൊക്കെ നഗരസഭകളിലെ വിവരങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ടുണ്ട്? പാനൂർ, ശ്രീകണ്ഠാപുരം ഉൾപ്പെടെയുള്ള നഗരസഭകളുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. ഇതിനകത്ത് കൂത്തുപറമ്പ് ഒരു ശ്രദ്ധേയമായ കാര്യം നടന്നത്, അവിടെ LDFിലെ വി ഷിജിത്താണ് പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഷിജിത്തിന് 24 വോട്ട് ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥിയായി UDFിലെ PK സതീശന് ലഭിച്ചത് 3 വോട്ട് മാത്രമാണ്. 2 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ എത്തിയില്ല. ഒരു BJP അംഗം, അതായത് ഈ 2 പേരിൽ ഒരാൾ BJP അംഗമാണ്. അവര് 10:30 എത്തേണ്ട സ്ഥലത്ത് 11:05 എത്തിയത്. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ ഹോളിനകത്തേക്ക് കടക്കാൻ അനുവദിച്ചില്ല. വി രമിത എന്ന് പറയുന്ന BJP കൗൺസിലറാണ് ഇത്തരത്തിൽ വോട്ടവകാശം നഷ്ടപ്പെട്ടത്. പാനൂർ നഗരസഭയാണ് മറ്റൊരു റിസൾട്ട് വന്ന സ്ഥലം. അവിടെ മുസ്ലിം ലീഗിലെ നൌഷത്ത് കൂടത്തിലാണ് പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് 23 വോട്ട് ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPMിലെ PP ശബനത്തിന് 13 വോട്ട് മാത്രമാണ് ലഭിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ P ഇന്ദിര ഇപ്പോൾ സത്യവാചകം ചൊല്ലി അവർക്കുള്ള അനുമോദന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച 3 നഗരസഭകളിൽ ഒന്ന് ശ്രീകണ്ഠാപുരം നഗരസഭയാണ്. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ UDFിലെ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള EV രാമകൃഷ്ണൻ പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അമൃത. ശരി, മറ്റ് നഗരസഭകളിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ചാൽ ആലുവ നഗരസഭാ അധ്യക്ഷയായി കോൺഗ്രസിലെ സൈജി ജോളി വിജയിച്ചിട്ടുണ്ട്. കളമശ്ശേരിയിൽ ജമാൽ മണക്കാടനാണ് ചെയർമാൻ. കൂത്താട്ടുകുളത്ത് റെജി ജോൺ, കോതമംഗലത്ത് ഭാനുമതി രാജു തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെ വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന്, കൂത്തുപറമ്പിലെ വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ നൽകിയത്. ഏലൂർ നഗരസഭാ ചെയർപേഴ്സണായി LDFിലെ ലൈജി സജീവൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ. എല്ലാ UDFിന്റെ വൻ വിജയം ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായി. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വൻ ഭൂരിപക്ഷം, കൂടുതൽ വോട്ടുകൾ, കൂടുതൽ സ്ഥാനങ്ങൾ നേടിക്കൊണ്ട് UDFിന്റെ പ്രതിനിധികൾ ജയിച്ചു. എല്ലാ പ്രതിനിധികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തെരഞ്ഞെടുത്ത മുഴുവൻ കൗൺസിലർമാർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. നല്ല ഭരണം കാഴ്ചവെക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. UDFിന്റെ തിളക്കമാർന്ന വിജയത്തിനിടയിൽ ഈ തൃശ്ശൂര് ഒരു തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി മാധ്യമ വാർത്തകൾ വരുന്നു. അത്തരത്തിൽ UDF ആലോചന നടക്കുന്നുണ്ടോ? അത് UDFിന്റെ യോഗം ചേർന്നു. KPCCയുടെ ക്യാമ്പ് ബത്തേരിയിൽ 4-5 തീയതികളിലുണ്ട്. ഞങ്ങൾ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പ്രസിഡന്റ്, UDF വലിയ വിജയം നേടുകയാണ്. പക്ഷേ തൃശ്ശൂർ നഗരസഭയിൽ പണപ്പെട്ടി കൊടുത്ത് മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നൊക്കെയാണ് ഒരു ആരോപണം UDF കൗൺസിലറുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പേയ്മെന്റ് സീറ്റാണെന്നാണ് പറയുന്നത്. ആണോ? തമാശയായിട്ട് കാണാം. അവരെ പേരും ഉണ്ടായിരുന്നു, അത് നടന്നില്ല. ഇനി ആർക്കെങ്കിലും ആ വ്യക്തിയോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെ പോലും നിരാശരാക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ KPCCയോട് ആലോചനയോട് കൂടിയിട്ടല്ല അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത് തൃശ്ശൂരിന്? അല്ലല്ല, എല്ലാം അവിടെ തന്നെ ആലോചിച്ച് തീരുമാനം. തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ BJP മേയറായി VV രാജേഷിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്.